ക്രൂശിനൊപ്പം കാൽവരിയിലേക്ക് 10-ാം ദിനം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ ഭരണികൾ വക്കുവരെ നിറച്ചു. വക്കോളം നിറയുന്ന പുണ്യങ്ങളുടെ ദിനമാണ് നോമ്പുകാലം. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഉപവാസത്തിന്റെയും സൽപ്രവൃത്തികളുടെയും ദിനം കൂടിയാണ് അത്. ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യനെ ഒരു ഇരുട്ടുമുറിയിലേക്ക് കടത്തിവിടുകയാണ്. ശിഷ്യൻ പറഞ്ഞു, ഗുരു, ആ മുറിയിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, മകനെ, നീ അവിടെ ഒന്ന് തപ്പി നോക്കുക. അവൻ നോക്കിയപ്പോൾ ഒരു ചെറിയ മെഴുകുതിരിയും ഒരു തീപ്പെട്ടിയും കിട്ടി. അവൻ ആ മെഴുകുതിരി ആ മുറിയിൽ കത്തിച്ചു വെച്ചു. ആ മുറി ആകെ പ്രകാശപൂരിതമായി. അപ്പോൾ ഗുരു ആ ശിഷ്യനോട് പറയുകയാണ്, മകനെ, എന്തുമാത്രം തിന്മയിൽ കൂടി നീ കടന്നുപോയാലും നന്മ അന്വേഷിച്ചാൽ നിന്റെ ജീവിതവും നിന്റെ പരിസരവും പ്രകാശപൂരിതമായി തീരും. പരിശുദ്ധമായ 50 നോയമ്പിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കാനായ കല്യാണം വരുന്നത് പോലെ ക്രിസ്തുവിനെ കൊണ്ട് നിറയട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും കാരുണ്യവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. പരിശുദ്ധ സഭ ആപത്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നന്മയുള്ള ഒരു സഭയ്ക്കായി, ക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന ഒരു സഭയ്ക്കായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ക്രിസ്തുവിനെ കൊണ്ട് നിറയണം. ഈ നോമ്പുകാലം ക്രിസ്തുവിന്റെ കാരുണ്യവും സ്നേഹവും കരുണയും നമ്മുടെ ജീവിതത്തിലും സാധിക്കുവാൻ ഒരു തുടക്കമാകട്ടെ. അതിന് നാം കാനായിലെ കല്യാണാനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ ശിഷ്യന്മാർ പറഞ്ഞു, കൽഭരണികൾ വെള്ളം നിറയ്ക്കുവിൻ. അതുപോലെ ഈശോ നമ്മോടും പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കുവിൻ. നമ്മുടെ ഹൃദയം ഈ നോമ്പുകാലത്ത് നമുക്ക് ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കാം. സ്തുതിയായിരിക്കട്ടെ.